സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 11ാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. 6 കണ്ടസ്റ്റൻസ് നോമിനേഷൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആരെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചത്തെ നോമിനേഷൻസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരാഴ്ച നോമിനേഷൻ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നേ തന്നെയാണ് ബിഗ് ബോസ് നോമിനേഷൻസ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിലേക്ക് വന്നിരിക്കുന്ന അനുമോള്, സാബുമാൻ, ആര്യൻ അവർക്കൊരു ഓപ്പൺ നോമിനേഷൻസും ബാക്കിയുള്ളവർക്കെല്ലാം നമ്മുടെ കൺഫെഷൻ റൂമിൽ വെച്ചുള്ള നോമിനേഷനുമാണ്. അപ്പം ക്യാപ്റ്റൻ ആരാണോ ആകുന്നത് അവര് നോമിനേഷനിൽ ഉണ്ടെങ്കിൽ അവർ നോമിനേഷൻ ഫ്രീ ആകും. ആ ഒരു രീതിയിലാണ് 11ാമത്തെ ആഴ്ച ബിഗ് ബോസ് നോമിനേഷൻസ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു ആഴ്ചയിലില്ല. എന്നാൽ പുറത്തേക്ക് ആര് പോകുമെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. ആര് വേണമെന്നുണ്ടെങ്കിലും പോകാം. ബിഗ് ബോസിന് താല്പര്യമുള്ളവരെ സംരക്ഷിക്കാം, അതിനുവേണ്ടി ബലിയാടാക്കി നിർത്തിവരിക്കുന്നവരെ പുറത്തേക്കാക്കാം. എന്താണെങ്കിലും നോക്കാം. ആദ്യം തന്നെ നമ്മുടെ അനീഷ് വന്നിട്ട് നമ്മുടെ ഷാനവാസിനെയും നൂറയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അക്ബർ ഷാനവാസിനെയും നൂറേനെയും നോമിനേറ്റ് ചെയ്തു. ആദില ഷാനവാസിനെയും ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്തു. നെവിൻ സാബുമാനെയും അക്ബറിനെ നോമിനേറ്റ് ചെയ്തു. നൂറ ലക്ഷ്മിനെയും നെവിനെയും നോമിനേറ്റ് ചെയ്തു. ഷാനവാസ് അക്ബറിനെയും ആര്യനെ നോമിനേറ്റ് ചെയ്തു. ലക്ഷ്മി ആദിലിനെയും അക്ബറിനെ നോമിനേറ്റ് ചെയ്തു. സാബുമാൻ അക്ബറിനെയും നെവിനെ നോമിനേറ്റ് ചെയ്തു. ആര്യൻ നൂറേനെയും അനുമോളെ നോമിനേറ്റ് ചെയ്തു. അനുമോള് ആര്യനെ നെവിനെ നോമിനേറ്റ് ചെയ്തു. സോ മൊത്തത്തിൽ ഷാനവാസ് 3 വോട്ടുകളുമായിട്ടും നൂറ 3 വോട്ടുകളുമായിട്ടും ലക്ഷ്മി 2 വോട്ടുകളുമായിട്ടും അക്ബർ 4 വോട്ടുകളുമായിട്ടും നെവിൻ 3 വോട്ടുകളുമായിട്ടും ആര്യൻ 2 വോട്ടുകളുമായിട്ടാണ് നോമിനേഷൻസിൽ വന്നിരിക്കുന്നത്. അനീഷ്, അനുമോള്, ആദില, സാബുമാൻ എന്നിവരാണ് നോമിനേഷനിൽ വരാതെ ഇരിക്കുന്നവര്. സോ നമുക്ക് നോക്കാം. ഇതിൽ ഇനി ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ, ആര്യൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോമിനേഷൻസ് നിന്ന് ഫ്രീ ആകും. അനുമോളോ സാബുമാനോ ആണ് ക്യാപ്റ്റൻ ആകുന്നത് എങ്കിൽ കുഴപ്പമില്ല, അവരിൽ ആരെങ്കിലും ഒരാൾ ഓൾറെഡി നോമിനേഷനിൽ ഇല്ല. ആര്യനാണ് ക്യാപ്റ്റൻ ആകുന്നതെങ്കിൽ നോമിനേഷനിൽ നിന്ന് ഫ്രീ ആയിട്ട് 5 പേരെ ഈ ഒരാഴ്ചത്തെ നോമിനേഷനിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 6 പേര്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 11ാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസിൽ 6 കണ്ടസ്റ്റൻസ് ഇവരൊക്കെയാണ്: ഷാനവാസ്, നൂറ, ലക്ഷ്മി, അക്ബർ, നെവിൻ, ആര്യൻ. ഇൻ കേസ് ആര്യൻ ക്യാപ്റ്റൻ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോമിനേഷനിൽ നിന്ന് ഫ്രീ ആകുന്നതായിരിക്കും. ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എൻഡുറൻസ് ടാസ്ക് ആയതുകൊണ്ട് എപ്പം വരെയും അല്ലെങ്കിൽ എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ ഒരാഴ്ച പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.